എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് വേലായുധൻ ചേട്ടനാണ്. ആ പറഞ്ഞ വലിയ അപകടത്തിനിടയാക്കിയ ആ ശാലയിൽ, പടക്കനിർമ്മാണശാലയിൽ 2 മാസത്തോളമായി ജോലി ചെയ്യുന്ന ഈ പ്രദേശവാസിയായ വേലായുധൻ ചേട്ടൻ. നമ്മൾ പൊതുവെ ഈ സംഭവത്തെക്കുറിച്ച് തേർഡ് പാർട്ടിയിൽ നിന്നൊക്കെ അറിഞ്ഞത്. ഇത് വേലായുധൻ ചേട്ടൻ ദൃക്സാക്ഷിയാണ്, അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോഴും ആ അമ്പരപ്പൊന്നും മാറിയിട്ടില്ല. ആ പകർച്ച, ആ പേടി ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. വേലായുധൻ ചേട്ടാ, നമുക്ക് ആശ്വാസം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എന്താ ശരിക്കും അവിടെ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്ന് കറക്റ്റ് അറിയില്ല. അവിടെ കുഴിമില്ല് നിറച്ചോണ്ടിരിക്കല്ലേ വലിയ ഡെയിനൊക്കെ. അപ്പൊ അതിലൊന്ന് പടിയൊക്കെ ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങള് വീട് വലിക്കാൻ അപ്പുറത്തെ പറമ്പിലേക്കാ പോവുക. ഇവിടെ ഒന്നും നിൽക്കില്ലേ, ജിയോ ഷെഡിലൊന്നും നിൽക്കില്ലേ. അപ്പൊ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോ ഇവര് ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങള് മറുപടിയൊക്കെ പറഞ്ഞ് അങ്ങനെ പോന്നു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ 3 മണിക്ക് ചായ കൊണ്ടുവരും എല്ലാവർക്കും, ചായയും കടിയൊക്കെ. ആ നേരെ ആ എത്ര മണി ആയെന്നുള്ളത് കറക്റ്റ് പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ആ സമയത്ത് വേലായുധൻ ചേട്ടൻ അപ്പുറത്തെ പറമ്പിലായിരുന്നു ആ വീഡിയോ? ഇല്ലില്ല, അവിടുന്ന് ഞങ്ങൾ പോകുന്നേ. പോന്നു. അവിടുന്ന് ഇപ്പൊ ശാലയിലെത്തി. കുഴിമലിനൊക്കെ നിറയ്ക്കുന്നത് കുറെ അങ്ങോട്ട് നീങ്ങിയിട്ടാ ഡെയിനിയൊക്കെ. ഞങ്ങൾ പുറത്ത് തിരിയുടെ പരിപാടി, കരിന്തിരി ഉണ്ടാവല്ലോ, അതിന്റെ പരിപാടിയായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഈ സൗണ്ട് കേട്ടപ്പോ ഇറങ്ങി ഓടി. സൗണ്ട് കേട്ടി ഇറങ്ങി ഓടി. അതായത് വലിയ സൗണ്ട് ആയിരുന്നു. പിന്നെ കഥനം നടക്കുന്നായിരുന്നു ഡെയിൻ നിങ്ങള് വേലായുധൻ ചേട്ടൻ തിരി വെക്കുന്ന ആ സ്ഥലത്ത് അവിടെ ഉണ്ടാവും. ശബ്ദം കേട്ട് ഇറങ്ങിയ സമയത്ത് വേലായുധൻ ചേട്ടൻ ആരൊക്കെ ഉണ്ടായിരുന്നു? വേലായുധനെ കൊണ്ട് എൻ്റെ കൂടെ ഇവിടെയുള്ളൊരു ചെക്കൻ ഉണ്ടായിരുന്നു, അവൻ്റെ പെണ്ണുണ്ടായിരുന്നു, പിന്നെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. 3-4 ആളുണ്ട്. പിന്നെ വേറെ 2-3 ആള് ആ ഇവിടുന്ന് ചേലക്കര ഭാഗത്തുനിന്ന് വരുന്നായിരുന്നു, അവരൊക്കെ ഉണ്ടായിരുന്നു. വേലായുധൻ 2 മാസത്തോളം പോയി തൃശ്ശൂർ പൂരത്തിന് ഒരുക്കത്തിനായിട്ട് അവിടെ വെടിക്കോപ്പ് നിർമ്മാണത്തിലുണ്ട്. അപ്പൊ ഈ പറയുന്ന എത്ര പേര് ആ സമയത്ത് അവിടെ ഉണ്ടാവുന്നൊരു ഏതാണ്ടൊരു ധാരണ ഉണ്ട്? ഏതാണ്ട് ഇപ്പോൾ ചില ദിവസം 25 ആള്, ചില ദിവസം 20 ആള്, ചില ദിവസം അതിൽ കൂടുതലാവും. തൃശ്ശൂരിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. എല്ലാ ദിവസവും ഒരേ കണക്കിലുള്ള ആളുകളുണ്ട്. പല ഇന്ന് ഏതാണ്ട് എത്ര ഉണ്ടാവും? ഇന്നിപ്പോ ഒരു 10-30 ആളുടെ മുകളിൽ എങ്ങനെയും ഉണ്ടാവും. ഇപ്പൊ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ചോറ് പുറത്തുനിന്ന് എത്തിക്കുകയല്ലേ? അപ്പൊ എത്ര കണക്കിൽ എത്തിച്ചിട്ടുണ്ട്? കണക്കില് 40 ചോറ് മേടിച്ചാൽ 2 ചോറ് അവിടെ ഇരിക്കണല്ലോ. 40 ചോറ് മേടിച്ചു, ഓരോരുത്തർക്ക് ഓരോ പൊതിയായി കൊടുക്കും. അതിൽ 2 ചോറേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളൂ. ആ കണക്കാണ് 38 പേരോളം അവിടെ ഉണ്ട്. അതല്ലേ ഈ 2 മാസമായിട്ട് പരസ്പരം, അതായത് എല്ലാവരും ഈ ലൊക്കാലിറ്റിയിലുള്ള ഏരിയയിലുള്ള ആൾക്കാർ മാത്രമല്ല, തൃശ്ശൂരിലുള്ള ആളുകൾ, മലപ്പുറത്ത്, അങ്ങനെ എല്ലായിടത്തും ഇതര സംസ്ഥാനക്കാരുണ്ട്. ഈ പുറത്തുനിന്ന്, കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകളുണ്ട് അവിടെ. നമ്മുടെ ആളുകൾ, ഐ മീൻ കേരളത്തിലുള്ള ആളുകൾ മാത്രം, ഈ പ്രദേശവാസികൾ. അപ്പൊ ഈ ചേട്ടൻ ഒരു ഭാഗത്ത് നിന്ന് പൊട്ടി, ചേട്ടൻ മറുഭാഗത്തോട് ഇറങ്ങി ഓടുകയാണ്. ഓടിയ അങ്ങ് ഒറ്റ ഓട്ടം ഓടിയോ പുറത്തേക്ക്? വീടിന്റെ തൂണ് നിക്കണില്ലേ, അത്ര ദൂരത്ത് വന്നിട്ട് മറ്റേ വലിയ ഡെയില വന്നിട്ട് ഞങ്ങളുടെ പിന്നിൽ വന്നിട്ട് പൊട്ടി. ചേട്ടൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓടുക, ഞങ്ങൾ ഓടുക, നടക്കുന്നില്ല, ഓടുക. അപ്പൊ വന്ന് പൊട്ടി. പിന്നെ അവിടെ നിർത്തിന്നില്ല, അങ്ങോട്ട് ഓടി തന്നെ. നമ്മളിങ്ങനെ ഓടുമ്പോ പിറകൊക്കെ വന്നിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അവിടുന്ന് അപ്പൊ ചേട്ടനോട് ഒരു 5-6 പേര് ഒപ്പം ഓടിയിട്ടുണ്ട്. 6 പേര് സേഫ് ആണ്, അവര് വീട്ടിലേക്ക് പോയി. അവര് വീട്ടിൽ ഇവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു, ഈ അമ്പലത്തിന്റെ അവിടെ ബിൽഡിങ്ങിനുള്ള അവിടെ റൂമുണ്ട്. അപ്പം അതില് ഭക്ഷണം കഴിക്കാനൊക്കെ അവിടെ നിന്ന് വൈകുന്നേരത്ത് ചിലപ്പോൾ ഷെഡിൽ നിന്ന് കഴിക്കും. എന്നിട്ട് ഭക്ഷണം കൊണ്ടുവരാൻ അവിടെ നിന്ന് കഴിക്കും. അപ്പൊ നിലവിൽ നമുക്കൊരു കണക്കെന്ന് പറഞ്ഞാൽ ചോറ് കൊണ്ടുവന്ന കണക്ക്, അതിൽ രണ്ട് ചോറ് ബാക്കി 38 പേരുണ്ടാവും. ഈ പുറത്തുനിന്ന് ആ സമയത്ത് ആരും കാണാനോ ഇങ്ങനെ പരിശോധന അങ്ങനെ എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ? ഇല്ല, അത് ചാനലേരൊക്കെ കാലത്ത് പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഒരു 12 മണി കഴിഞ്ഞ പിന്നെ അവര് പോയി. ഒരു 3 ചാനലേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്ര കറക്റ്റായിട്ട് പറയാനുള്ളൊരു എന്താണ് സംഭവിച്ചത് എന്തെങ്കിലും ഒരു ധാരണയുണ്ട്? അത് പറയാൻ പറ്റില്ല. എന്താ ഉണ്ടായെന്ന് ഒരു ഇതും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കണ്ടീഷനല്ലേ. ആശുപത്രി പോയോ? ഇല്ല, ഞാൻ പോയില്ല. വേറെ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല. എനിക്ക് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് വേറെ ശരീരത്തിനൊന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള കുഴപ്പമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇത് ഇങ്ങനെ ഉണ്ടായ ഒരു മനസ്സിൻ്റെ ഒരു വിമർശനം അധികം. 2 മാസമായിട്ട് അറിയുന്ന ആളുകളും അതിനേക്കാൾ മുമ്പ്, അതായത് ചേട്ടൻ കുറച്ച് വർഷങ്ങളായിട്ട് ഈ മേഖലയിലാണ്. ഞാൻ വേനൽക്കാലം ഈ മേഖലയിൽ പോകാറുണ്ട്. പൈസ കിട്ടില്ലോ, നമ്മളെ ചിലവൊക്കെ കഴിഞ്ഞിട്ടല്ലേ കാശ് കിട്ടുക. അപ്പം നമുക്ക് എനിക്ക് കൂടുതൽ ആദ്യം ചെറുപ്പത്തിൽ തെങ്ങേറ്റവും കരിങ്കയറ്റായിരുന്നു. അപ്പോൾ പ്രായമൊക്കെ ആയപ്പോൾ ഒരു 10-64 വയസ്സായപ്പോൾ നിർത്തി. പിന്നെ പിള്ളേരെല്ലാവരും കല്യാണം കഴിഞ്ഞു, ഭാര്യയും മരിച്ചു. പിന്നെ ഇപ്പോൾ ഇവർ വയ്ക്കണമെങ്കിൽ നമുക്കൊരു താഴെ കുടിക്കില്ല വേണ്ട. ഇപ്പം നമുക്ക് ആവുന്ന പണിക്ക് പോവുക, പിന്നെ 2000 രൂപ പെൻഷൻ കിട്ടും.
ഇത് എത്ര മാസം മുമ്പായിട്ട് ഈ പരിപാടി തുടങ്ങി? ഈ പടക്കർമാശാല വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ തൃശ്ശൂർ പൂരത്തിന് മുന്നായിട്ട് എത്ര മാസം മുമ്പ് ഇത് ആക്റ്റീവ് ആവുക? അതിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കറക്റ്റ് പറയണേ ഞാൻ എൻ്റെ പുസ്തകം എടുത്തു നോക്കണം. പുസ്തകം ഇരിക്കുന്ന ആ റൂമില്. അല്ല ഇപ്പൊ ഇവിടെ പണി തുടങ്ങിയിട്ട് ഒരു 3 മാസമായോ? അതായത് ഈ 3 മാസവും ഈ പറഞ്ഞ 40 ആൾക്കാർ അവിടെ നിങ്ങൾ ഒരേ ആളുകളാണ്? അപ്പൊ അത്ര ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഇവര് തൃശ്ശൂർ പൂരത്തിന് നടക്കാൻ വേണ്ടി ഇപ്പൊ 2 ആഴ്ചയായിട്ട് വന്നു തുടങ്ങിയിട്ടുള്ളൂ. 2 ആഴ്ചയായിട്ട് പരിചയം അവരായിട്ടുള്ളൂ. അല്ല അവര് കഴിഞ്ഞല്ലോ അങ്ങനെ. അവർക്ക് തിരുവമ്പാടിയിലെ ആൾക്കാർ വരാറുണ്ട്. ഭക്ഷണമൊക്കെ വന്നിട്ട് കഴിക്കുക. അവര് കാലത്ത് വന്ന് വൈകുന്നേരം നമ്മളെ പോകുള്ളൂ. എല്ലാ വർഷവും അങ്ങനെ പരസ്പരം കാണുന്ന ആളുകൾ ഇനി ഇല്ല. എന്താ ചെയ്യാനേ, ആശ്വാസം നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും തൽക്കാലം രക്ഷപ്പെട്ടു വന്നു. അതെ അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് വേലായുധൻ ചേട്ടന് പറയാനുള്ളത്. ഒരു ആശ്വാസം എന്നൊക്കെ നമുക്ക് ഈ കണക്കിൽ പറയാൻ പറ്റില്ല. 2 ആഴ്ചത്തോളമായിട്ട് ഒന്നിച്ച് ജോലി ചെയ്തവരാണ്. 2 മാസത്തോളമായിട്ട് വേലായുധൻ ചേട്ടൻ അവിടെ തന്നെയുണ്ട്. ആ സ്ഥലത്ത് നിന്ന് അങ്ങനെ പിന്നെ വളരെ വേഗത്തിൽ, അതായത് ചേട്ടൻ ഈ തിരി നിറയ്ക്കുന്നിടത്തായിരുന്നു മറ്റുള്ളവർ പറഞ്ഞതുപോലെ ഡൈനാമോക്ക് നിറക്കുന്നിടത്തും അവിടെയാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു ഭാഗത്തായിരുന്നു. ആ ഭാഗത്ത് ഇങ്ങനെ പൊട്ടിത്തെറിയും ശബ്ദം കേട്ട ഉടൻ തന്നെ ചേട്ടനടക്കം 6 പേർ ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് പറയുന്നത്. നിലവിൽ വേലായുധൻ ചേട്ടൻ നിലവിൽ ഓക്കെയാണ്, പ്രശ്നങ്ങളും ഇല്ല. എന്നിരുന്നാലും ഈ കൂടെ ഉണ്ടായിരുന്ന ഈ ഡൈന കൊഴിമലിനൊക്കെ നടക്കുന്നതിൻ്റെ അപ്പുറത്ത് ഗുണ്ട് നിറക്കുന്നുണ്ട് പിള്ളേര്, കുറച്ച് ആൾക്കാര്. അതിൻ്റെ അടുത്തൊരു കുളം ഉണ്ടായിരുന്നു. ആരെങ്കിലും അങ്ങോട്ട് ഓടുന്നതായിട്ട് കണ്ടോ? കുളം ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇരുന്നതിന്റെ തൊട്ടൊരു കുളമുണ്ട്. അതിന്റെ ഫ്രണ്ടിലൊരു കുളം കണ്ടു. അതിന്റെ ഫ്രണ്ടിലൊരു കുളമുണ്ട്. അത് ആ ഏരിയയിൽ തന്നെ 2 കുളങ്ങളുണ്ട്. ആ പറമ്പിൽ 2 കുളമുണ്ട്. എത്ര കെട്ടിടം ഉണ്ടായിരുന്നു? എത്ര ഷെഡുകൾ ഉണ്ടായിരുന്നു? ഷെഡുകൾ ഇപ്പൊ 1, 2, 3, 4, 5, 6, 7 ഷെഡായിട്ടുണ്ട്. 7 ഷെഡ് ഓരോന്നിനും ഓരോന്ന് സൂക്ഷിച്ചിരിക്കുന്നു. ഈ 7 ഷെഡിൽ ആളുകൾ ഒരേ സമയം ഉണ്ടായിരുന്നു? ഇല്ല, ഉണ്ടാവില്ല. എന്താ കാര്യം അത് ചേട്ടന്റെ മരുമോനാണല്ലോ അല്ലേ? ഓക്കെ. മരുമോൻ ആ സമയത്ത് അപ്പൊ ഓടി വന്നോ? അവൻ തൃശ്ശൂരിന്ന് വരുമ്പോ പറഞ്ഞപ്പോ ഓടി വന്നതാ. അവിടെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാ പോയി. ഇപ്പൊ കുറച്ചു നേരത്തെ എന്റെ പെങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും വേലായുധേട്ടൻ ഇപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുകയായിരുന്നു. എന്തായാലും ആ ഒരു പതർച്ചയും ആ ഒരു ആശങ്കയും ഭയപ്പാടും മാറിയിട്ടില്ല. എന്നിരുന്നാലും വേലായുധനെ അടുത്തറിയുന്ന 2 ആഴ്ചത്തോളമായി ഒന്ന് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ പലരും ഇല്ല എന്ന വിഷമം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. എന്തായാലും ഓക്കെ ആയിരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.